പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ സംഘടനയായ ഒപെക്കിൽ നിന്ന് പിന്മാറാനുള്ള യുഎഇയുടെ തീരുമാനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. 58 വർഷം നീണ്ട ഒപെക് അംഗത്വമാണ് യുഎഇ ഉപേക്ഷിക്കുന്നത്. യുഎഇയുടെ തീരുമാനത്തിന് പിന്നിലുള്ള കാരണങ്ങളും അത് ആഗോള വിപണിയിൽ ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങളും എന്തൊക്കെയാണ് പരിശോധിക്കാം. ഒപെക്കിൽ നിന്ന് പിന്മാറുന്നതായി കഴിഞ്ഞ ഏപ്രിൽ 28-നാണ് യുഎഇ പ്രഖ്യാപിച്ചത്. 1967 മുതൽ സംഘടനയിൽ അംഗമായിരുന്ന യുഎഇയുടെ ഈ തീരുമാനം അന്താരാഷ്ട്ര എണ്ണ വിപണിയെ തന്നെ ഞെട്ടിച്ചു. യുഎഇയുടെ ഈ ചരിത്രപരമായ പിന്മാറ്റത്തിന് പിന്നിൽ രാഷ്ട്രീയവും സാമ്പത്തികവുമായ നിരവധി ഘടകങ്ങളുണ്ട്. ഉൽപാദന നിയന്ത്രണങ്ങളോടുള്ള വിയോജിപ്പാണ് ഇതിൽ പ്രധാനം. ഒപെക് നിശ്ചയിക്കുന്ന ഉൽപാദന പരിധി തങ്ങളുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് തടസ്സമാണെന്നാണ് യുഎഇ കരുതുന്നത്. പ്രതിദിനം 48.5 ലക്ഷം ബാരൽ ഉൽപ്പാദിപ്പിക്കുവാൻ ശേഷിയുണ്ടായിട്ടും ഒപെക് നിയന്ത്രണം കാരണം അത് 32 ലക്ഷം ബാരലായി പരിമിതിപ്പെടുത്തേണ്ടി വരുന്നത് യുഎഇയെ അതൃപ്തരാക്കിയിരുന്നു. ഇതിനു പുറമെ എണ്ണ ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ഏകദേശം $15,000 കോടി യുഎഇ നിക്ഷേപിച്ചിട്ടുണ്ട്. ഈ നിക്ഷേപത്തിൽ നിന്ന് ലാഭം കൊയ്യണമെങ്കിൽ കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുകയും വിൽക്കുകയും ചെയ്യേണ്ടതുണ്ട്. സൗദി അറേബ്യയുമായുള്ള ഭിന്നതയാണ് മറ്റൊരു കാരണം. ഒപെക്കിനുള്ളിൽ സൗദി അറേബ്യയുടെ ആധിപത്യവും അവരുടെ താൽപര്യങ്ങൾക്കനുസരിച്ചുള്ള തീരുമാനങ്ങളും യുഎഇയുമായുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാക്കി. പ്രാദേശിക രാഷ്ട്രീയത്തിലും സാമ്പത്തിക നയങ്ങളിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മത്സരം വർദ്ധിച്ചതും പിന്മാറ്റത്തിന് കാരണമായെന്നാണ് വിവരം. യുഎഇയുടെ പിന്മാറ്റം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും. 2019 ഖത്തറിനും 2024 അങ്കോളയ്ക്കും പിന്നാലെ യുഎഇയും പുറത്തുപോയത് ഒപെക്കിന്റെ ശക്തി കുറയ്ക്കാൻ കാരണമാകും. ലോകത്തിലെ വലിയ എണ്ണ ഉപഭോക്താക്കളായ ഇന്ത്യക്ക് ഇത് ഗുണകരമായേക്കാം. യുഎഇ കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത് വിപണിയിൽ എണ്ണ ലഭ്യമാക്കാൻ സഹായിക്കുമെന്നതിനാലാണ് ഇത്. എന്നാൽ യുദ്ധ സാഹചര്യങ്ങൾ മൂലം ക്രൂഡ് വില ഉടനെ കുറയാനുള്ള സാധ്യതകൾ ഇല്ല എന്നതാണ് വാസ്തവം. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.